എങ്ങനെ ഒരു ബെസ്റ്റ് ട്രെയിനിങ് റിസൾട്ട് അച്ചീവ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടാതിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ട്രെയിനിങ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, പ്രോഗ്രസീവ് ഓവർലോഡ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ മസിൽ ബിൽഡിങ്ങോ ഫാറ്റ് ലോസോ എന്തോ ആയിക്കോട്ടെ, പ്രോഗ്രസീവ് ഓവർലോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിയെയും ഫ്രീക്വൻസിയെയും വോളിയത്തെയും ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരുന്നതിനെയാണ് പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ സെയിം ഇൻറ്റൻസിറ്റിയിലും സെയിം വോളിയത്തിലും സെയിം ഫ്രീക്വൻസിയിലും മാത്രം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആവില്ല. സോ നിങ്ങൾക്ക് പ്രോഗ്രസ് വളരെയധികം കുറവായിരിക്കും നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് ഫോളോ ചെയ്തില്ലെങ്കിൽ. മാത്രമല്ല, നിങ്ങൾ സെയിം ഫ്രീക്വൻസിയിലും സെയിം ഇൻറ്റൻസിറ്റിയിലും സെയിം വോളിയത്തിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മസിൽസിന് ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മസിൽസ് എല്ലാം ആ ഒരു വെയിറ്റിനെയും അല്ലെങ്കിൽ ആ ഒരു വോളിയത്തെയും ആ ഒരു ഫ്രീക്വൻസിയെയും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രമല്ല, നിങ്ങളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്യൂവിൽ അകപ്പെട്ട പോലെ ആയിരിക്കും, നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവത്തില്ല. സോ പ്രോഗ്രസീവ് ഓവർലോഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഗ്രസീവ് ഓവർലോഡ് പ്രധാനമായും നമുക്ക് 3 ടൈപ്പിലാണ് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ, വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട്. അതായത് നിങ്ങളിപ്പോൾ ബെഞ്ച് പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുക. നിങ്ങൾ 50 കിലോ വെയിറ്റ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ 40 സെക്കൻഡ് റെസ്റ്റും 4 സെറ്റ്സും അതുപോലെ 10 റിപ്പീറ്റേഷൻ എന്ന് വിചാരിക്കുക. ഇതിൽ സെറ്റ്സും റിപ്പീറ്റേഷനും റെസ്റ്റിംഗ് ടൈമും അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് വെയിറ്റ് മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാം. അതായത് 50 കിലോ എന്നുള്ളത് 60 കിലോ ആക്കാം, 70 കിലോ ആക്കാം. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് വെയിറ്റ് മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് സെറ്റ്സും റിപ്പീറ്റേഷനും റെസ്റ്റിംഗ് ടൈമും ഒക്കെ സെയിം ആയിരിക്കണം. വെയിറ്റ് മാത്രമേ ഇൻക്രീസ് ആവാൻ പാടുള്ളൂ. ഇതിനെയാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ടൈം ഇൻക്രീസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രസീവ് ഓവർലോഡ്. അതായത് സെയിം, നമ്മൾ ബെഞ്ച് പ്രസ് തന്നെ എടുക്കാം. 50 കിലോ വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 40 സെക്കൻഡ് ആണ്. 4 സെറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10 റിപ്പീറ്റേഷൻ. ഇതിനകത്ത് നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നില്ല, സെറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല, ഒക്കെ സെയിം തന്നെ. പക്ഷേ നമ്മൾ ആ 40 സെക്കൻഡ് റെസ്റ്റ് എന്നുള്ളത് നമ്മളത് ഡിക്രീസ് ചെയ്യും. അതായത് 40 സെക്കൻഡ് റെസ്റ്റ് എന്നുള്ളത് ഒരു 35 സെക്കൻഡ് റെസ്റ്റ് ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് റെസ്റ്റ് ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ എടുത്ത് അങ്ങനെ റെസ്റ്റിംഗ് ടൈം ഡിക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാം. തേർഡ് വൺ, റെപ്സിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാം. അതായത് നമ്മൾ സെയിം ഇപ്പോൾ ബെഞ്ച് പ്രസ് തന്നെ എടുക്കാം. അതായത് ഇപ്പോൾ ഒരു 50 കിലോ വെയിറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ 40 സെക്കൻഡാണ് റെസ്റ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ 4 സെറ്റാണ് ചെയ്യുന്നത്. നമ്മുടെ റെപ്പിറ്റേഷൻ 10 റെപ്പാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഈ വെയിറ്റ് സെയിം ആക്കി വയ്ക്കുക. അതുപോലെ തന്നെ ബിറ്റ്വീൻ സെറ്റ്സിൻ്റെ ഇടയിൽ എടുക്കുന്ന റെസ്റ്റിംഗ് ടൈം 40 സെക്കൻഡ് തന്നെ. നമ്മളിവിടെ ചേഞ്ച് വരുത്തുന്ന റെപ്പിറ്റേഷനിൽ മാത്രമാണ്. ആ റെപ്സിൻ്റെ എണ്ണം 10 എന്നുള്ളത് 12 14 15 ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് അച്ചീവ് ചെയ്യാം. ഈ 3 വഴികളിലൂടെയും പ്രോഗ്രസീവ് ഓവർലോഡ് അച്ചീവ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ലൊരു ട്രെയിനിങ് റിസൾട്ട് അച്ചീവ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ, പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ടുള്ള ഫുഡ് എടുക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി ഫുഡ് എടുക്കുക. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളതും റിഫൈൻഡ് അല്ലാത്ത കാർബോഹൈഡ്രേറ്റ്, അതായത് അൺറിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യും. പ്രോപ്പറായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ആ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രീഷൻ വാല്യൂ കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മളത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു എഗ്ഗ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ എഗ്ഗ് റോയിലുള്ള അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ എന്ന് പറയുന്നത് അതിനകത്ത് 1 ഗ്രാം പ്രോട്ടീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളത് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 3-4 ഗ്രാം പ്രോട്ടീൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും, നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് ഫങ്ഷൻസിന് വൈറ്റമിൻസും മിനറൽസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിലെ പല കെമിക്കൽ റിയാക്ഷൻസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന ന്യൂട്രിയൻസിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും മുറിവുകളോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബ്ലഡ് ക്ലോട്ട് ആവാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിനറൽസ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എൻ്റയർ ഡെവലപ്മെൻറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട്, ബ്രെയിന്, മസിൽസ്, ബോൺസ് ഇവയുടെയെല്ലാം പ്രവർത്തനം പ്രോപ്പറാക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിനറൽസ്. ഇതൊക്കെയാണ് വൈറ്റമിൻസും മിനറൽസും പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ പ്രോട്ടീനും അൺറിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസിൽ ബിൽഡിങ്ങിന്. അതായത്
ഇപ്പോൾ പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഒട്ടുമിക്ക പേർക്കും അറിയാൻ പറ്റും. കാരണം ഒരുപാട് വീഡിയോസുകളിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ്റെ ഇമ്പോർട്ടൻസ് മസിൽ ബിൽഡിങ്ങിൽ. നമ്മുടെ മസിൽസിനെ മെയിൻറ്റെയിൻസ് ചെയ്യാനും മസിൽസിനെ ഡെവലപ്പ് ചെയ്യാനും മസിൽസിൽ ഉണ്ടാകുന്ന ഡാമേജസ് ഒക്കെ റിപ്പയർ ചെയ്യാനും പ്രോട്ടീൻ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം അളവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് മസിൽ ബിൽഡിങ്ങിൽ. അതായത് നമുക്കിപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇല്ല എങ്കിൽ പ്രോട്ടീൻ എത്ര അധികം ഉണ്ടെങ്കിലും നമുക്ക് മസിൽ ബിൽഡാവില്ല. ഒരിക്കലും നമുക്ക് മസിൽ ബിൽഡാവില്ല. നല്ല കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. മസിൽ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ പ്രോട്ടീനെ പോലെ തന്നെ അതേ അളവിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മസിൽ ബിൽഡിങ്ങിന് വേണ്ടി നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് കിട്ടുന്നത്. സോ കാർബോഹൈഡ്രേറ്റും ഹൈ പ്രോട്ടീനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവയൊക്കെയാണ് അൺറിഫൈൻഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് അല്ലാത്ത കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറയുന്നത്. തേർഡ് വൺ, പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും സ്ലീപ്പും ഉണ്ടായിരിക്കുക. നമ്മൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്താലും എത്ര ക്വാളിറ്റി ഫുഡ് കഴിച്ചാലും നമ്മൾ എത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിനറുടെ കീഴിൽ വർക്കൗട്ട് ചെയ്താലും പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും റിക്കവറി ഇല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ മസിൽസിൽ ഉണ്ടായിട്ടുള്ള ബ്രേക്ക് ഡൗൺസ്, അതായത് മൈക്രോടിയേഴ്സ് ഒക്കെ റിപ്പയർ ആവുന്നത്. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ടെസ്റ്റോസ്റ്ററോണും അതുപോലെ തന്നെ ഗ്രോത്ത് ഹോർമോണൊക്കെ റിലീസ് ആവുന്നത്, ഈ റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സുകൾ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റും റിക്കവറി ഇല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഒരിക്കലും കിട്ടില്ല. അതുപോലെ തന്നെ സ്ലീപ്പ് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും നല്ല രീതിയിൽ. അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് സ്ലീപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ റെസ്റ്റും പ്രോപ്പറായിട്ടുള്ള റിക്കവറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നല്ല വർക്കൗട്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഫോർത്ത് വൺ, ഇനീഷ്യൽ സ്റ്റേജിൽ വീക്കിലി ഓൺലി 3 days മാത്രം, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം വർക്കൗട്ട് ചെയ്യാം. ബിഗിനർ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് സ്കെഡ്യൂളോ അല്ലെങ്കിൽ അവർ നെറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് ചാർട്ടോ ഒന്നും എടുത്ത് അനുകരിക്കാതിരിക്കുക. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും 6 days വർക്കൗട്ട് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒരു നല്ല ട്രെയിനിങ് റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇനീഷ്യൽ സ്റ്റേജിൽ ഒരിക്കലും 6 days വർക്കൗട്ട് ചെയ്യാതിരിക്കുക. നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിക്കവറിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു മസിൽ ഗ്രോത്തിനും ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വീക്കിലി 3 days വർക്കൗട്ടുകൾ മതി. ഇനീഷ്യൽ സ്റ്റേജിൽ 3 days വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസം ഓൾട്ടർനേറ്റീവ് ആയിട്ടാവും വർക്കൗട്ട് ചെയ്യുക. അതായത് ഒരു ദിവസം വർക്കൗട്ട് ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം റെസ്റ്റ് ആയിരിക്കും, പിറ്റത്തെ ദിവസം റെസ്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് 48 hours റെസ്റ്റ് കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു ദിവസം നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കലോറി നമ്മൾ അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ പിറ്റത്തെ ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ എനർജിയിൽ കൂടുതൽ പവറിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാനും പറ്റും, നല്ല രീതിയിലുള്ള ബ്രേക്ക് ഡൗൺസ് ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ പ്രോഗ്രസീവ് ഓവർലോഡ് അച്ചീവ് ചെയ്യാനുള്ള എനർജിയും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരിക്കലും 6 days വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസം 3 ദിവസം വർക്കൗട്ട് ചെയ്യുക, ബാക്കിയുള്ള 3 ദിവസം റെസ്റ്റ് എടുക്കുക. ഫിഫ്ത്ത് വൺ, മെയിൻറ്റെയിൻ എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ പേഷ്യൻസ് ഉണ്ടായിരിക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്ര അഡ്വാൻസ്ഡ് വർക്കൗട്ട് ചെയ്താലും, എത്ര ഡയറ്റ് എടുത്താലും, അതുപോലെ തന്നെ ഇതിപ്പോൾ വർക്കൗട്ടിലും ഈ മസിൽ ബിൽഡിങ്ങിലും അല്ല വെച്ചെങ്കിൽ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ലൈഫിൽ എന്ത് കാര്യത്തിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ പേഷ്യൻസ് ഉണ്ടായിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ചത് പോലുള്ള ഒരു ബോഡി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ലൈഫിൽ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.